വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. VC തിരൂർ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അതിനുമപ്പുറം പാർലമെന്റിൽ മത്സരിക്കാൻ വരുമ്പോൾ എന്തു മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ 7 MLA ചേരുന്ന 7 MLCകൾ ചേർന്ന മണ്ഡലമാണ് പാർലമെൻറ്റ്. 7 ഇരട്ടി വലിപ്പം, 7 ഇരട്ടി സൈസ്, 7 ഇരട്ടി വോട്ടേഴ്സ്, ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥ. എല്ലാ വോട്ടർമാരെയും കാണുന്ന ബുദ്ധിമുട്ടാണ്. വെരി വെരി ഡിഫിക്കൽട്ട് അല്ലേ? പക്ഷേ എങ്കിലും പ്രചരണത്തിലൂടെ തന്റെ ആശയങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊറ്റ ആശയമേ വികസന മന്ത്രം, മോഡിജിയുടെ വികസന മന്ത്രം. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ അബ്യൂസീവ് പൊളിറ്റിക്സ് ഇല്ല, ചീത്ത പറയുന്ന പൊളിറ്റിക്സേ നമുക്കില്ല. നെഗറ്റീവ് പൊളിറ്റിക്സ് ഇല്ല, ഓൺലി പോസിറ്റീവ്. വികസനമാണ് അജണ്ട. അപ്പോൾ ഈ UDF നിന്ന് പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു താല്പര്യമുള്ള VC എന്ന നിലയിൽ വരുന്നു. അതിനുശേഷം പിന്നീട് തിരൂര് മത്സരിക്കുന്നു. അപ്പോൾ ലീഗ് അനുഭാവത്തിൽ നിന്ന് പെട്ടെന്ന് BJP ക്യാമ്പിലേക്ക് വരുമ്പോൾ മാനസികമായിട്ടൊരു സംഘർഷം, കുറ്റബോധം ഞാൻ പ്രതീക്ഷിച്ച് അരുണ്ടേന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം. വിചാരം ഞാൻ ലീഗിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നെ ആദ്യമേ വൈസ് ചാൻസലർ ആക്കിയത് മുസ്ലിം ലീഗാണ്. എന്നോട് സ്നേഹമുള്ളത് മുസ്ലിം ലീഗ് തന്നെ. എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയോട് എനിക്ക് പ്രത്യേക സ്നേഹമുള്ളതാണ്. കാര്യം ഞാൻ ഓർക്കുന്നു ഇവിടുത്തെ സ്നേഹം, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ആൾക്കാരുടെ ഊഷ്മളത, അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ളത്. ചിലരെന്നെ കല്ലും തെറിയും വിളിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ എനിക്ക് മലപ്പുറവുമായി ഒരു വലിയ ആത്മബന്ധമുണ്ട്. എൻ്റെ പ്രധാന കാരണം ലീഗ് തന്നെയാണ്. ആ ലീഗിനെ എങ്ങനെ ഞാൻ ചീത്ത വിളിക്കും? പക്ഷേ NDAയിലേക്ക് പോകുന്ന സമയത്ത് ലീഗ് നേതാക്കളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞില്ലേ? അപ്പോൾ എങ്ങനെ മുറി? ഞാൻ പറയണത്, അന്ന് ഞാനൊരു ടോട്ടൽ അക്കാഡമിഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു പൊളിറ്റീഷ്യനായി മാറി. അതൊരു ട്രാൻസ്ഫർമേഷൻ ഫ്രം അക്കാഡമിഷ്യൻ ടു പൊളിറ്റീഷ്യൻ. എനിക്ക് വേണമായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിൽ ഒരു പൊളിറ്റീഷ്യൻ ആകാമായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് തിരഞ്ഞെടുക്കാതെ NDA തിരഞ്ഞെടുത്തത്? മുസ്ലിം ലീഗ് തിരഞ്ഞെടുക്കാത്തതല്ല. ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതായിരിക്കും ആദ്യ ഭാഗം. മുസ്ലിം ലീഗ് ക്ഷണിച്ചിരുന്നുവെങ്കിൽ താൻ ലീഗിൽ തന്നെ നിൽക്കുമായിരുന്നു. ലീഗ് വേണ്ടത്ര പരിഗണന നൽകി. എനിക്ക് അന്ന് ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോഡിജിയുടെ വികസന മന്ത്രവും അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ മിഷനും അദ്ദേഹത്തിൻ്റെ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റുമാണ്. അതായത് അദ്ദേഹം ഒരു കാര്യം നടപ്പാക്കുന്നത് പറഞ്ഞാൽ ഡിജിറ്റലാണ്, പെട്ടെന്നാണ്, ക്വിക്കാണ്. ഞാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ കൺവെൻഷണൽ മാനേജ്മെൻറ്റിൽ നിന്ന് ഡിജിറ്റൽ മാനേജ്മെൻറ്റിലേക്ക് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചു. അത് വികസനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മോദിയുടെ മാറ്റമാണ്. ലീഗിൽ നിൽക്കുമ്പോഴും ഈ മോദിയുടെ വികസന പദ്ധതികളുടെ താല്പര്യമുണ്ടായിരുന്നു. കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഗുജറാത്ത് പോലുള്ള ഡെവലപ്മെൻ്റൽ മിഷൻ, ഡെവലപ്മെൻ്റൽ സ്റ്റോറി, ഇത്ര ഫാസ്റ്റായിട്ട് ഗുജറാത്ത് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു റിലീജിയൻ ബേസ് ചെയ്ത ആളിനെ കാണരുത്, ഈവൻ പൊളിറ്റിക്സ് പോലും കാണരുത്. നമ്മൾ പർപ്പസ് നോക്കണം, എന്താണ് ഇവർ ചെയ്യുന്നത്. എൻ്റെ ഒരു സംശയം, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷ്ഠ നടത്തുന്നതോ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. അതൊരു മതേതരത്വത്തിൻ്റെ വിഷയമായിട്ട് ശ്രീ അബ്ദുൽ സലാം കാണുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് മതേതരത്വം? മതേതരത്വക്കാൾ ഒരു വലിയ വേർഡാണ് നിങ്ങൾ ഇന്ത്യൻ ടെറിട്ടറി ജീവിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ. 143 കോടി ജനങ്ങളും ഇന്ത്യൻസ് ആണെന്ന് കാണുന്നത് മതേതരത്വം എന്ന വേർഡിനേക്കാളും വലിയൊരു ടേമാണ്. 143 കോടി ജനങ്ങളും സഹോദരന്മാരാണെന്ന കോൺസെപ്റ്റാണ് അതിനേക്കാളും വലുത്. ഈ മതേതരത്വം പണ്ടേ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയില്ലേ. വാട്ട് ഈസ് മതേതരത്വം? ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണ്. എല്ലാവർക്കും അവരുടെ മതങ്ങളെ കാത്തു സൂക്ഷിക്കാം, വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കാം, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കാത്തു സൂക്ഷിക്കാം. അതാണ് അതിൽ ഉദ്ദേശിച്ചത്.